തെരഞ്ഞെടുപ്പ് കാലത്തെ വളരെ ഹൃദ്യമായ ഒരു കാഴ്ചയിലൂടെയാണ് ഷൈല ടീച്ചറുമായി ഒരു അല്പനേരം സംസാരിക്കുക. അത്ര തിരക്ക് പിടിച്ച സമയമാണ്. ടീച്ചർക്ക് ശബ്ദം അല്പം മോശമായിട്ട് നിൽക്കുന്ന സമയമാണ്, പൊടിയൊക്കെ അടിച്ച്. അപ്പോൾ അതാ ഈ കുഞ്ഞുങ്ങളെയൊക്കെ, അല്ലെങ്കിൽ അമ്മമാർ, സ്ത്രീകൾ, സഹോദരികൾ, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട് കുറ്റ്യാടി. ഈ പ്രദേശം ടീച്ചർക്ക് ഒരുപാട് നല്ല പരിചയമുള്ളതാണ്. നമ്മൾ ഈ നിപ്പയെ പിടിച്ചു കെട്ടിയ പേരാമ്പ്ര, കുറ്റ്യാടി, എന്നോട് ഇവിടെ വന്നപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു തൊട്ടപ്പുറത്തായിരുന്നു അല്ലേ? അതെ, രണ്ടാമത്തെ നിപ്പ വന്ന കേസ് ഇതിന്. അതെ അതെ. അപ്പോൾ ഇതിൻ്റെ അടുത്തുള്ള പേരാമ്പ്രയിലാണ്, അവിടെയാണ് നിപ്പയുടെ തുടക്കം ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ ഭയന്ന് പറിച്ചു പോയൊരു സംഭവമായിരുന്നു അത്. കാരണം ഈ വൈറസ് അപൂർവമായിട്ട് ലോകത്തിൽ വന്നിട്ടുള്ളൂ പല ഭാഗത്തും. ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ വേണ്ടത്ര പ്രോട്ടോക്കോളില്ല, SOP ഇല്ല, ഒന്നുമില്ല. അപ്പോൾ മരുന്നും വാക്സിനും ഒന്നും ഇല്ല. ഏകദേശം 100% മോർട്ടാലിറ്റി റേറ്റുള്ള വൈറസായിരുന്നു. അപ്പോൾ ശരിക്കും വന്ന് നല്ല ഭയം തോന്നി. പക്ഷേ ഭയന്ന് നിൽക്കുകയല്ലല്ലോ, നേരിടുകയല്ലേ വേണ്ടത്. നിപ്പയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ, ഈ അപൂർവ രോഗമാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ ഞാൻ കോഴിക്കോടേക്ക് പുറപ്പെട്ടിരുന്നു. കോഴിക്കോട് വന്നു. നിപ്പയാണെന്ന് മനസ്സിലായപ്പോൾ പിന്നെ ഞാൻ കോഴിക്കോട് വിട്ട് പോയിട്ട്. മാത്രമല്ല, പേരാമ്പ്രയൊക്കെ വന്നപ്പോൾ ഈ പ്രദേശത്തൊക്കെ ടീച്ചർ ഉണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ ഇപ്പോഴും ആളുകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാനിന്ന് ഇവിടെ വന്നൊക്കെ സംസാരിച്ചപ്പോൾ ആളുകൾ. അതെ അതെ, തീർച്ചയായിട്ടും. അന്ന് തിരുവനന്തപുരത്തിരുന്ന് കാര്യങ്ങൾ നിയന്ത്രിച്ചാൽ അതത്ര ഫലപ്രദമാവില്ല. അതുകൊണ്ട് തിരുവനന്തപുരത്ത് ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാൻ ഹെൽത്ത് സെക്രട്ടറി ഏർപ്പാടാക്കിയിട്ട് ഞാനും ഹെൽത്ത് ഡയറക്ടറും ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ് ചെയ്തത്. ആ സ്നേഹവും ആ ഒരു അടുപ്പവും ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥിയായി വീണ്ടും വടകരയിൽ, കുറ്റ്യാടിയിൽ, പേരാമ്പ്രയിലൊക്കെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ടീച്ചർക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഒരുപാട് എനിക്ക് അപ്രതീക്ഷിതമായി, ചിലപ്പോൾ ഇടതുപക്ഷത്തിനൊന്നും വോട്ട് ചെയ്യാത്ത ആളുകളടക്കം അവർ പറയാറുണ്ട്, ടീച്ചർ അന്ന് നിപ്പയുടെയും കോവിഡിൻ്റെയും സമയത്ത് ടീച്ചറിനെയാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത്. ടീച്ചറിൻ്റെ അഭിപ്രായമാണ് പറയുക. കാരണം ഞാനാണല്ലോ ഉണ്ടെന്നും ഇല്ലെന്നും ഒക്കെ പറയാൻ എങ്ങനെ ഇത് സംഭവിക്കും, അല്ലെങ്കിൽ നാളെ എന്താകും, എന്താണ് ആരോഗ്യവകുപ്പിൻ്റെ കയ്യിലുള്ളത് എന്ന് പറയാൻ. അപ്പോൾ പലപ്പോഴും ഉള്ളിൽ നല്ല അസ്വസ്ഥതയുണ്ടെങ്കിലും ജനങ്ങളെ പേടിപ്പിക്കാതിരിക്കാൻ ആരും ഭയക്കരുത്. എല്ലാ കാര്യങ്ങളും ആരോഗ്യവകുപ്പ് ചെയ്യാറുണ്ട്, എല്ലാം ഒരുക്കുന്നുണ്ട്, നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളാരും ഭയക്കേണ്ടതില്ല. ആരോഗ്യവകുപ്പ് പൂർണ്ണ സജ്ജമാണ്. എല്ലാ കാര്യങ്ങളും, ഓക്സിജനൊക്കെ ഞങ്ങൾ പുതുതായിട്ട് പ്രൊഡ്യൂസ് ചെയ്തില്ലേ, അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറയുമ്പം അതിന് കക്ഷി രാഷ്ട്രീയമില്ലല്ലോ. ഇപ്പം നിപ്പ ആരെ പിടികൂടുന്ന ആർക്കറിയാം, അതിന് രാഷ്ട്രീയമൊന്നുമില്ല. നോക്കിയല്ലോ നിപ്പ വരുന്നത്, നോക്കിയല്ല നിപ്പയും കോവിഡും വരുന്നത്. അപ്പോൾ എല്ലാവരും ഇരിക്കുമായിരുന്നു. അവരെല്ലാം പലയിടത്തും കാണുമ്പോൾ ഞാൻ ഈ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഓടി വന്ന് കൈപിടിച്ച, ടീച്ചർ ഞാൻ നിങ്ങളുടെ പാർട്ടിയല്ല, എന്നാലും ഒരു സ്നേഹമുണ്ട്. അന്ന് ഞങ്ങൾ ഭയപ്പെട്ടിരിക്കുമ്പം ടീച്ചറായിരുന്നു, സാരമില്ല. അക്കാര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു FB പോസ്റ്റ് അയച്ചത് എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത്, ഒരു ലീഗോ UDF ഒക്കെയാണ് അദ്ദേഹം. ടീച്ചർ ഇത്തവണ ജയിക്കും വടകരയിൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് ഈ സുഹൃത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ പ്രായമായ ഉമ്മ പറഞ്ഞു, ടീച്ചർക്ക് വോട്ട് ചെയ്തില്ലേ പടച്ചോൻ പൊറുക്കില്ല എന്ന് പറയുന്ന ഒരു നാടിൻ്റെ ഒരു ഫീല് ആ ഒരു പോസ്റ്റിൽ വായിക്കുകയുണ്ടായി. ടീച്ചറുടെ ഒരു അനുഭവത്തിൽ വ്യത്യസ്തമായി തോന്നിയ അനുഭവം വേഗത്തിൽ, റോക്കറ്റ് വേഗത്തിൽ എന്ത് പറയും? അതായത് ഒരിടത്ത് ഞാൻ സ്വീകരണത്തിന് പോയപ്പോൾ ഒരു ചെറിയ കുട്ടിയെയും കൊണ്ട്, 4-5 വയസ്സുള്ള കുട്ടിയെയും കൊണ്ട് അതിൻ്റെ ഉമ്മ എൻ്റെ അടുത്ത് വന്നു. ചെറുപ്പക്കാരിയാണ് അവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഈ മോൻ ടീച്ചർ ആണ് ഇവന് ജീവൻ നൽകിയത്. ഒന്നും മനസ്സിലായില്ല. ഞാൻ ചെന്താ മോളെ അപ്പോൾ പറഞ്ഞു, ജനിച്ച ഉടനെ ഒരാഴ്ചക്കുള്ളിൽ ഹാർട്ടിന് ഓപ്പറേഷൻ ചെയ്യണമായിരുന്നു, 4 ലക്ഷം ഉറുപ്പ്യ വേണം, പൈസയില്ല, ചെയ്യാൻ പറ്റില്ല എന്നോർത്ത്. അപ്പോഴാണ് ഇങ്ങനെ ടീച്ചർ ഓഫീസിൽ വിളിച്ചാൽ മതി എന്നാരോ പറഞ്ഞപ്പോൾ വിളിച്ചു. അവരെനിക്ക് തന്നെ ഫോൺ തന്നു വന്ന് ഓഫീസിൽ നിന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും പേടിക്കേണ്ട, ഹൃദ്യം എന്ന് പറഞ്ഞൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്, അതിൽ രജിസ്റ്റർ ചെയ്യാൻ ഏർപ്പാടാക്കാം. ഞാൻ എന്നിട്ട് അവരുടെ നമ്പർ ഹൃദ്യം പദ്ധതി നോക്കി നടത്തുന്ന ഡോക്ടർക്ക്, നമ്മുടെ ഡോക്ടർ ശ്രീഹരിക്ക് കൊടുത്തു. ശ്രീഹരി ഉടനെ തന്നെ അവരെ വിളിച്ചു. ആ സെക്കൻഡിൽ വിളിച്ച് എല്ലാം ഏർപ്പാടാക്കി, ആംബുലൻസ് വരെ ഏർപ്പാടാക്കിയിട്ട് ആസ്പത്രിയിൽ എത്തിച്ചു. ആസ്പത്രിയിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ അവരെന്നെ വിളിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, പക്ഷേ ഒരുപാട് ആളുകൾക്ക് ചെയ്തതാണ്, ആരാ വിളിക്കുന്നതെന്നൊന്നും എനിക്ക് മുഖം കാണുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാൻ ടീച്ചറെ അപ്പോൾ തന്നെ വിളിച്ചിരുന്നു, അന്ന് ടീച്ചർ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് ഒരാഴ്ച ജീവിച്ചിരിക്കുമായിരുന്നുള്ളൂ, ഇപ്പം പിന്നെ UKG പോകുന്നുണ്ട് എന്നെല്ലാം പറയുമ്പം ആ ഒരു സ്നേഹം വേറെ തന്നെയാണ്. മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു അപാരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന കാലമാണ്. ഒരു രാഷ്ട്രീയം കൂടി, ഇപ്പോൾ ഷംസീറും മുല്ലപ്പള്ളിയും കൂടി മത്സരിച്ചൊരു കാലത്ത് വളരെ ചെറിയ വോട്ടിനാണെന്ന് മുല്ലപ്പള്ളി ജയിച്ചത്. ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ടീച്ചറിന് വ്യക്തിപരമായുള്ള അടുപ്പം, ടീച്ചറിനോടുള്ള സ്നേഹം, ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അനുകൂലമായ ഒരു പൊതു രാഷ്ട്രീയ കാലം, ഇതെല്ലാം കൂടി ചേരുമ്പോൾ വടകരയുടെ ജനവിധിയെ സംബന്ധിച്ച് ടീച്ചറുടെ ഒരു കാൽക്കുലേഷൻ? എനിക്ക് യാതൊരു സംശയവുമില്ല, വടകരയിലെ ജനങ്ങൾ, പ്രിയപ്പെട്ട അമ്മമാരും സഹോദരിമാരും, പ്രത്യേകിച്ച് പുരുഷന്മാരും എല്ലാം തന്നെ അവർ എന്നെ ജയിപ്പിക്കും. കാരണം ഞാൻ അവരോട് പറയുന്നത്, നിങ്ങൾ എന്നെ ജയിപ്പിച്ചാൽ
ഞാൻ എങ്ങനെ നേരത്തെയൊക്കെ പ്രവർത്തിച്ചോ അതുപോലെ നിങ്ങളുടെ MP ആയി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇപ്പൊ കേട്ടു പ്രസംഗം. അതെ അതെ, കൂടെ ഉണ്ടാവുമെന്നാണ്. അപ്പോൾ വടകരക്കാർ എന്നെ ജയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല. മോളെ അപ്പുറത്തെ നേരം വൈകി. അപ്പോൾ ഇതാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയി സെൽഫിക്ക് ആളുകൂടി ടീച്ചറിനെ പതുക്കെ അടുത്ത കേന്ദ്രത്തിലേക്ക് വിടേണ്ട സമയമെടുത്തു. ടീച്ചർ ഇതിനിടയിൽ ഒരു ചെറിയ കൂട്ടം ചെറുപ്പക്കാരാണെങ്കിലും ടീച്ചർക്കെതിരെ ഈ നുണപ്രചരണമൊക്കെ നടത്തുമ്പോൾ ടീച്ചർ അവരോടങ്ങ് പൊറുക്കുകയാണ്. അതെ, അതിന് ഞാൻ എതിരായിട്ട് പിന്നെ കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കേസൊന്നും ഞാൻ കൊടുക്കേണ്ടതില്ല. കാരണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് എന്നെ അറിയാം. ഇത്ര വൃത്തികെട്ട പ്രചരണം നടത്തിയിട്ട് അവർക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നാണ് കരുതുന്നതെങ്കിൽ അവർക്കുള്ള വോട്ടും കൂടി നഷ്ടപ്പെടുമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ശരി, അപ്പോൾ നടക്കട്ടെ. ഇതാണ് വടകരയുടെ ഒരു പൾസ്, അതാണ് വടകരയുടെ വികാരം. ഇതാണ് ആ വികാരത്തെയാണ് യഥാർത്ഥത്തിൽ ഈ വർത്തമാനങ്ങളിലൂടെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയിൽ നിന്ന്, കുറ്റ്യാടിയിൽ നിന്ന് പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുന്നത്.